മൈഗ്രേഷൻ എന്ന വാക്ക് നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് പലകുറി ആവർത്തിച്ച് വരുന്നുണ്ട്. പ്രധാനമായിട്ടും 3 സ്ഥലങ്ങളിലാണ് ഈ വേർഡ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത്. അതെന്താണ് മൈഗ്രേഷൻ എന്നും മൈഗ്രേഷൻ ഏതൊക്കെ സമയങ്ങളിലാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, അതിൻ്റെ പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യം കാണുന്നത് AWC മൈഗ്രേഷനാണ്. ഇത് നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് മോർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ AWC മൈഗ്രേഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മളുടെ സെൻറ്ററിലേക്ക് വേറെ സെൻറ്ററിൽ നിന്നും താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ രജിസ്റ്റർ ചെയ്യാൻ വരുന്ന ഒരു ഗുണഭോക്താവിനെ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ ഈ AWC മൈഗ്രേഷൻ ഉപയോഗപ്പെടുത്തണം. അതായത് വേറെ സെൻറ്ററിൽ ഇവർ നിർബന്ധമായിട്ടും ആധാർ വെരിഫൈ ചെയ്യുകയും മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്ത ഗുണഭോക്താവിനെ മാത്രമേ ഇത്തരം രീതിയിൽ നമ്മൾക്ക് ഇങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയുള്ളൂ. പറഞ്ഞു വന്നത് AWC മൈഗ്രേഷൻ ഉപയോഗപ്പെടുത്തണമെങ്കിൽ നിർബന്ധമായിട്ടും ആ വരുന്ന ഗുണഭോക്താവ് വേറെ സെൻറ്ററിൽ ആധാർ സീഡഡ് ആയിരിക്കണം, അതുപോലെ തന്നെ മൊബൈൽ വെരിഫൈ ചെയ്തിരിക്കുന്ന ഒരു ആളായിരിക്കണം. അത്തരം സാഹചര്യത്തിൽ മാത്രമേ നമ്മൾക്ക് ഇങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ വരുന്ന ഗുണഭോക്താവിനോട് നമ്മളുടെ ടീച്ചർ നിർബന്ധമായിട്ടും ഈ വിവരങ്ങളൊക്കെ തിരക്കിയിരിക്കണം. വേറെ ഏതെങ്കിലും സെൻറ്ററിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആണോ, വെരിഫൈഡ് ആണോ, മൊബൈൽ നമ്പർ OTP വെരിഫൈ ചെയ്തതാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത്തരം പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. AWC മൈഗ്രേഷൻ ചെയ്യുമ്പോൾ തന്നെ മൈഗ്രേറ്റ് ഔട്ട് എന്നുള്ള ഒരു പ്രൊഫൈൽ കൂടെ ഇതിലേക്ക് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അത് ഞാൻ വിശദമായി അടുത്ത മൈഗ്രേറ്റ് ഔട്ടിൽ ഞാൻ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. AWC മൈഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് കാണുന്നത് മൈഗ്രേറ്റ് ടു ലാക്റ്റേറ്റിംഗ് മദറാണ്. ഇതൊരു മൈഗ്രേഷൻ പ്രോസസ്സാണ്. ഇത് സാധാരണ പ്രഗ്നൻ്റ് ലിസ്റ്റിലാണ് ഇത് കാണാൻ കഴിയുക. അതായത് ഒരു ഗർഭിണിയുടെ 9 മാസത്തിന് ശേഷം മാത്രം പ്രൊഫൈൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മൈഗ്രേറ്റ് ടു ലാക്റ്റേറ്റിംഗ് മദർ എന്നുള്ളത് എനേബിളായി കാണാം. 7 മാസത്തിന് താഴെയുള്ള ഗർഭാവസ്ഥകളിൽ ഈ മൈഗ്രേറ്റ് ടു ലാക്റ്റേറ്റിംഗ് മദർ എന്ന് നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ അതൊരു ഗ്രേ കളറായിരിക്കും, നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ 9 മാസത്തിലേക്ക് എത്തുന്ന ഒരു ഗുണഭോക്താവിന് ഈ പറയുന്ന മൈഗ്രേറ്റ് ടു ലാക്റ്റേറ്റിംഗ് മദർ എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗപ്പെടുത്താം. കാരണം ഈ പറയുന്ന ഗർഭിണി പ്രസവം നടന്നു, അല്ലെങ്കിൽ മിസ്കാരേജ് സംഭവിച്ചു, അല്ലെങ്കിൽ അബോർഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട ഒരു ഓപ്ഷനാണ് മൈഗ്രേറ്റ് ടു ലാക്റ്റേറ്റിംഗ് മദർ. ഈ പ്രസവം നടന്നു എന്നറിഞ്ഞതിന് ശേഷം പ്രസവ ഡേറ്റ് നമുക്കറിയാം, കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും നമുക്കറിയാം, അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ആണോ ഹോം ഡെലിവറി ആണോ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന മൈഗ്രേറ്റ് ടു ലാക്റ്റേറ്റിംഗ് മദർ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ടീച്ചർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അത് ഈ അമ്മയുടെ കുട്ടിയുടെ വിൻഡോ ആണ്. ആ കുട്ടിയെ കൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ആ കുട്ടിയുടെ ബർത്ത് വെയ്റ്റും ബർത്ത് ഹൈറ്റും നമ്മൾ അറിഞ്ഞിരിക്കണം. ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആ കുട്ടിക്ക് ആധാറില്ല, അതുകൊണ്ട് തന്നെ അമ്മയുടെ അച്ഛൻ്റെയോ ആധാർ വെച്ചിട്ട് അതിൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് അമ്മയുടെ ആധാറാണ്. അത് വെച്ച് നമ്മൾ 1 ടൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ അമ്മ ലാക്റ്റേറ്റിംഗിലേക്ക് മാറുകയും പുതിയ രജിസ്ട്രേഷനായിട്ട് 0 to 6 കുട്ടി വരികയും ചെയ്യും. ഇത്തരം രീതിയിലാണ് ഈ മൈഗ്രേറ്റ് ടു ലാക്റ്റേറ്റിംഗ് മദർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തേണ്ടത്. അടുത്ത മൈഗ്രേഷൻ വരുന്നത് മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽ എന്നുള്ളതാണ്. ഈ മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽ നമുക്ക് സാധാരണ മോർ ഓപ്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ തന്നെ ആക്ഷൻ സെൻറ്റർ എന്ന് കാണുന്ന പേജിൽ കൊടുത്തിട്ടുണ്ട്. ഈ മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽ നമ്മൾ എപ്പോഴാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ, സാധാരണ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മളിലെ ഒരു പ്രീ സ്കൂൾ കുട്ടി ഉണ്ടെന്ന് കരുതുക. ഈ പ്രീ സ്കൂൾ കുട്ടി നിത്യം വന്നുകൊണ്ടിരുന്നതാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അവർ ഞങ്ങൾ ഈ സെൻറ്ററിൽ നിന്നും കുറച്ച് മാസങ്ങൾക്ക് വേണ്ടി അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ബന്ധു വീട്ടിലേക്ക് പോകുന്നു, എന്നെ ഇവിടെ നിന്നും നീക്കം ചെയ്യരുത്, ഞാൻ കുറച്ച് മാസങ്ങൾ ശേഷം ഇങ്ങോട്ട് വരും എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് താൽക്കാലികമായി ഒരു ഗുണഭോക്താവിനെ നമ്മളുടെ സെൻറ്ററിൽ നിന്നും മാറ്റി നിർത്തുന്നു. അതിനാണ് നമ്മൾ ഈ മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽ ഉപയോഗപ്പെടുത്തുന്നത്. പറഞ്ഞത് കൃത്യമാണെന്ന് മനസ്സിലാക്കുന്നു. താൽക്കാലികമായി ഒരു ഗുണഭോക്താവിനെ നമ്മളുടെ സെൻറ്ററിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്ന ഒരു ഓപ്ഷനാണ് മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽ. ഇങ്ങനെ മാറ്റി നിർത്തിയ ഒരു ഗുണഭോക്താവിനെ
ടീച്ചർക്ക് വീണ്ടും മൈഗ്രേറ്റ് ഇൻ ചെയ്ത് നമ്മളുടെ സെൻറ്ററിനകത്തേക്ക് തന്നെ ഒരു ആധാർ സീഡിംഗ് ഇല്ലാതെ ഒരു മൊബൈൽ വെരിഫിക്കേഷൻ ഇല്ലാതെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. എന്നാൽ ഇതിലൊരു ദൂഷ്യഫലം മനസ്സിലാക്കണം. താൽക്കാലികമായി ടീച്ചർ മാറ്റി നിർത്തിയ ഈ ഒരു കുട്ടി വേറെ സെൻറ്ററിൽ പോയിട്ട് അവർ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മറ്റു സെൻറ്ററിലെ ടീച്ചർക്ക് ഇവരെ AWC മൈഗ്രേഷൻ വഴി സ്വീകരിക്കാൻ കഴിയില്ല. കാരണം ആധാർ ഓൾറെഡി വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ഗുണഭോക്താവാണ്. അവർ നമ്മളെ സെൻറ്ററിൽ തന്നെ നിൽക്കുകയാണ്. താൽക്കാലികമായിട്ടാണ് നമ്മൾ മാറ്റി നിർത്തിയിട്ടുള്ളത്, എന്നാൽ പൂർണ്ണമായിട്ടും മാറ്റിയിട്ടില്ല. ഡിലീറ്റ് ഓപ്ഷൻ നമ്മൾക്കില്ല. അതുകൊണ്ട് തന്നെ വേറെ സെൻറ്ററിൽ ആ കുട്ടിക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ സെൻറ്ററിൽ നിന്ന് ആ കുട്ടിയെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ മൈഗ്രേറ്റ് ഇൻ ചെയ്യുകയും 24 മണിക്കൂറിന് ശേഷം മാത്രം ആ കുട്ടിയുടെ ആവശ്യപ്രകാരം പോകുന്ന ആ സെൻറ്ററിലെ ടീച്ചർ AWC മൈഗ്രേഷൻ ഉപയോഗപ്പെടുത്തണം. AWC മൈഗ്രേഷൻ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഈ പറയുന്ന അംഗൻവാടി, അതായത് നേരത്തെ ഉണ്ടായിരുന്ന അംഗൻവാടിയിലെ ടീച്ചർ മൈഗ്രേറ്റ് ഔട്ട് ചെയ്തത് ഇന്നാക്കി 24 മണിക്കൂർ ശേഷം കഴിയണം. എന്നിരുന്നാൽ മാത്രമാണ് ഈ മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈലിൽ നിന്ന് നമ്മൾക്ക് ആ കുട്ടിയെ ഇന്നാക്കി വേറെ സെൻറ്ററിലേക്ക് അയക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. 3 തരത്തിലുള്ള മൈഗ്രേഷനുകളുണ്ട്. അത് ഉപയോഗപ്പെടുത്തേണ്ട രീതികൾ നിങ്ങൾ മനസ്സിലാക്കി എന്നാണ് കരുതുന്നത്. താങ്ക് യു.